ജീവിതത്തിൽ പലരും ടെൻഷൻ അനുഭവിക്കുന്നത് എന്തിനാണ്? എനിക്ക് പലതും ഇല്ല എന്ന തോന്നൽ, മറ്റുള്ളവർക്ക് പലതും ഉണ്ട് എന്ന തോന്നൽ, ഞാൻ എന്താ ഇങ്ങനെ എന്ന തോന്നൽ, എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാടെന്ന തോന്നൽ. അവർ പഠിക്കേണ്ട പാഠം റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് റിസ്ഖിന്റെ നിശ്ചയം. അത് ഏറും, ചിലപ്പോ കുറയും. അത് റബ്ബാണ് നിശ്ചയിക്കുന്നത്, അവനാണ് വീതം വെക്കുന്നത്. അവനറിയാം ആർക്കൊക്കെ എത്രയൊക്കെ അളവിൽ എപ്പോഴൊക്കെ കൊടുക്കണം, അത് അവൻ തരും. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളയാണ് റിസ്ഖ് നൽകുന്നവൻ. അതാർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്ന് സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹുവാണ് അത് വീതം വെക്കുന്നതും നിശ്ചയിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ആ വീതം വെക്കലിൽ നമുക്ക് തൃപ്തിയടയാൻ സാധിക്കണം, കിട്ടിയതിന് നന്ദിയുള്ളവരാകാൻ സാധിക്കണം. തനിക്ക് കിട്ടാത്തതിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചിങ്ങനെ കഴിഞ്ഞുകൂടരുത്. കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ എന്റെ പവറാണ്, എന്നെ ആദരിച്ച് തന്നതാണ് എന്ന അത്യാഹ്ലാദം കാണിച്ചുകൊണ്ട് അഹങ്കരിക്കുകയോ നെഗളിപ്പ് കാണിക്കുകയോ അരുത്. നമുക്ക് വിധിച്ചത് എവിടെയും പോകൂല. അത് നമുക്ക് കിട്ടിയേ നമ്മൾ മരിക്കൂ. അതേ അവസരത്തിൽ നമ്മുടെ റബ്ബ് നമുക്ക് തരാൻ തീരുമാനിച്ചിട്ടില്ലാത്തത് നീ എത്ര തലകുത്തി മറിഞ്ഞ് അധ്വാനിച്ചാലും ഒരൽപ്പം പോലും അത് നമുക്ക് കിട്ടുകയുമില്ല. പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ? അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനത്തിൽ തൃപ്തിയടഞ്ഞവർക്ക് വിജയിക്കാനാവുകയുള്ളൂ.